ഐറ്റംസ് എല്ലാം ഉള്ള ഫ്ലോർ. അപ്പോൾ ഞാൻ ഓരോന്നും ജസ്റ്റ് ഒരു റാൻഡമായിട്ട് ചെറിയ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെ കിടക്കുന്ന സാധനങ്ങൾ ഇത് കണ്ടോ. നിങ്ങൾക്കൊരു നീ ലെങ്ത് ടൈപ്പിലെ ടോപ്പ് വേണമെങ്കിൽ ഇതാണ്ട് ഇതിൻ്റെ പല സൈസിൽ പല മോഡൽസിലുണ്ട്. എല്ലാം ഒന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ ഈ ഒരു ഐറ്റം. ഇതൊക്കെ ഇതിനകത്ത് ഇന്നർ ഉള്ളതാണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു ജീൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ക്രോപ്പ് ടോപ്പ് വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പല കളേഴ്സിൽ പല രീതിയിലുള്ളത് ഇതാ കണ്ടോ. ഇതൊക്കെ സൂപ്പറല്ലേ. ഇതിനകത്ത് എന്താ പറയുക ഇന്നറുണ്ട്. അപ്പം ഇതുപോലത്തെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വേറൊരു രീതിയിൽ വരുന്നതാ കണ്ടോ. ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു നീ ലെങ്തിൻ്റെ ഐറ്റം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് വരുന്നത് ആ ഒരു രീതിയിലുള്ളതുണ്ട്. ഇതാ കണ്ടോ. ഏതെടുത്താലും സൂപ്പർ ആവുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഐറ്റംസാണ് ഞാൻ ഓരോ ഫ്ലോറിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സമയം എന്തായാലും ഇപ്പോൾ നോക്കിയിട്ട് കാണിച്ചു തരാവേ. ഇത് കണ്ടോ ടൈം കണ്ടോ 12:17 രാത്രിയിൽ 12:17 ഞാനിതാണ്ട ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം അറിയാമല്ലോ എൻ്റെ ഈ ഫസ്റ്റ് ഫ്ലോർ എപ്പോൾ വന്നാലും ഫുള്ളും തിരക്കായിരിക്കും. എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ചിലപ്പം എനിക്ക് കസ്റ്റമർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല. അതാ കണ്ടോ ഇത് അടിപൊളിയാണ്. ഇതാ ചുമ്മാതെ ഒരെണ്ണം എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഏതെങ്കിലും ഒന്നത് ചുമ്മാ ഇടയ്ക്കൂടെ ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തന്നാലും എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടോപ്പായിരിക്കും വരുന്നത്. ഇപ്പം പിള്ളേർ നാളെ വന്നിട്ട് എന്നെ പറഞ്ഞാൽ ഇതെല്ലാം മാറ്റി അവരൊരു സെറ്റിങ്സ് കറക്റ്റായിട്ടാണ് ഓരോന്ന് വിട്ടേക്കുന്നത്. ഇതുപോലത്തെ ഒരു ടോപ്പ് ഇതൊക്കെ എന്ത് രസമല്ലേ. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഫുള്ളും ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇട്ടിരിക്കുന്നത്. ഉണ്ടോ ഏതെടുത്താലും നിങ്ങൾക്ക് ഭംഗിയാവുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ആയിരിക്കും ഓരോ ഡ്രസ്സും. എല്ലാ വെസ്റ്റേൺ ഐറ്റംസും കൂടുതലും വെസ്റ്റേൺ ഐറ്റംസ് ഞാൻ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നുവെച്ചാൽ 14 വർഷം കൊണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിലല്ലേ 14 വർഷമായി ഈ ഒരു മെറ്റീരിയൽസും ഇതുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങിയിട്ട്. അപ്പം ഫസ്റ്റ് എൻ്റെ സ്റ്റിച്ചിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ ക്ലോത്തിലേക്ക് കടന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാം. എൻ്റെ കുട്ടികൾക്ക് ഏതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത്. ഇപ്പോൾ എന്നെപ്പോലുള്ളവർക്കായാലും ആപ്റ്റ് ആവുന്നതുണ്ടോ. നിങ്ങൾക്കൊരു ഇപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് ഒരു ഫുൾ ലെങ്തിലൊരു ടോപ്പ് വേണം, ഒരു ജീൻസിനോടൊപ്പം ഇടണമെന്ന് വിചാരിച്ചാൽ സുർമയെ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കിക്കോ. എല്ലാം കിട്ടും. വണ്ണം ഉള്ളതാട്ടോ ഇത് സൈസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്ത. സൈസ് ഉള്ളവർക്ക് ഭയങ്കര വിഷമമല്ലേ, ഞങ്ങൾക്ക് വെസ്റ്റേൺ ഡ്രസ്സൊന്നും കിട്ടാറില്ല, വണ്ണം ഉള്ളതൊന്നും കിട്ടാറില്ല എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുണ്ട്. ഞാൻ എത്ര കാണിക്കൂല്ലേ. ഇത് ഞാൻ ചുമ്മാ ജസ്റ്റ് ഓടി കാണിക്കാതാ കണ്ടോ. ഓരോന്നും ഭംഗിയാണ്. ഇനി ഒരു ആനിമൽ പ്രിന്റ് പോലത്തെ വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ എന്താ സ്റ്റൈലല്ലേ. ഇതൊക്കെ ഞാൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതുമായിട്ടുള്ള ഐറ്റംസ് ആണ്. നിങ്ങൾക്കറിയാം ഇതൊന്നും ഞാൻ സൈറ്റിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ എൻ്റെ സ്റ്റോറിൽ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. രാത്രി ആയിട്ടോ നാക്കൊക്കെ എന്നാൽ ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡായിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് എടുക്കുന്നത് എന്താ പറയുക, എനിക്ക് പർച്ചേസിങ്ങിന് പോകണോണ്ടാണ് ഞാൻ ഒരു ഐറ്റം രാത്രി നിന്നായാലും ഇതെല്ലാം വീഡിയോസ് ഷൂട്ട് ചെയ്ത് പോകുന്നത് കണ്ടോ. ഞാൻ ഏതെണ്ണം എടുത്ത് കാണിക്കണം നിങ്ങളതാ. ഇതൊരു വേറൊരു രീതിയിൽ നമ്മുടെ വയറ് ഭാഗത്തൊരു ബഡ്ജിങ് തോന്നുന്നവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീൻസിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം ഇടണമെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം ഇടാം. പിന്നെ ജീൻസിൻ്റെ ഒരു നിങ്ങൾക്ക് ഒരു എന്താ പറയുക കോട്ട് സെറ്റ് വേണം, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരു കോട്ട് സെറ്റ് വേണമെന്ന് വെച്ചാലും ജീൻസിൻ്റെ കോട്ട് സെറ്റ് ബോട്ടത്തിനകത്താണേ, ഞാൻ വ്യക്തമായി കാണിക്കുന്നില്ല. കോട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് പിള്ളേർ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നോക്കിയേ, ഇതിനകത്തും ബോട്ടം ഉണ്ട് കേട്ടോ. ബോട്ടം അകത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വരുവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം എല്ലാം കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണ് സുർമയിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നൊരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഓൾറെഡി നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും. ഇതിൻ്റെ പല നല്ല ഏത് ഞാൻ കണ്ട ഇപ്പോൾ ചുമ്മാ ഏതെണ്ണം എടുത്താലും അതിനകത്ത് എല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗി കാണും. ആ ഒരു രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഒരു നീ ലെങ്തിൻ്റെ വേറൊരു രീതിയിൽ ഇങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതുണ്ട്. പല മോഡൽ എല്ലാം ഇതെല്ലാം കൊറിയൻ മെയ്ഡ് ഐറ്റംസ് ആണ്. നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത് ചിലതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് നോക്കി. ഇതൊക്കെ എന്ത് രസമല്ലേ കാണാൻ. ചുമ്മാ ഒന്ന് എടുത്താലും ഭംഗിയല്ലേ. നോക്കി കണ്ടോ. നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഇങ്ങ് പോരാ നിങ്ങൾ, അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങ് പോരാ. നിങ്ങൾക്ക് പറ്റുന്നതും കുട്ടികൾക്ക് പറ്റുന്നതും എല്ലാം കണ്ടോ. ഏതൊക്കെ എടുത്തു ഞാൻ ഇനി ഒരു ദിവസം വേറെ രീതിയിൽ വീഡിയോ ചെയ്യാം. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സമയങ്ങളെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഓരോ ഫ്ലോറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായിട്ടും എൻ്റെ ഫ്ലോറിലുണ്ടെന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അയ്യോ ഏതൊക്കെ കാണിക്കണം അല്ലേ. നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയോ? നിങ്ങളെല്ലാം ഏത് ഐറ്റവും കാണാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ അല്ലേ. ജീൻസിൻ്റെ ടോപ്പല്ല എന്താ പറയുക ജാക്കറ്റ്, അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ കളേഴ്സും പല മോഡലിൽ പല വെറൈറ്റീസിലുണ്ട്. പിന്നെന്താ ഞാൻ കാണിക്കേണ്ടത് അടുത്തത് ഇത് വരുമ്പോൾ ഷർട്ടുകൾ ഒറ്റ കളറിലെ മോഡൽ നിങ്ങൾക്ക് വേണോ? ഒറ്റ കളറുണ്ട്.
പല പല രീതിയിൽ ഒറ്റ കളറിൽ വരുന്നത്. ഓ എന്താ രസം, എന്താ നോക്കിയേ, കണ്ടോ? ജീൻസിൻ്റെ കൂടെ ഇടാൻ പെട്ടെന്നൊരു യാത്രയ്ക്ക് പോകണമെങ്കിൽ നിങ്ങൾ സുറുമ ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, എല്ലാം കിട്ടും കേട്ടോ. എന്താ കണ്ടോ? ചെക്കിൻ്റെ വേണോ, ലൈൻസ് വേണോ, പിന്നെ ഇതാണ്ട് കണ്ടോ, ഈ മെറ്റീരിയലൊക്കെ ഒരുപാട് ഇമ്പോർട്ടിനകത്ത് വരുന്ന മെറ്റീരിയൽസാണ്. നാക്കൊക്കെ വഴുതി വരുന്നില്ല കേട്ടോ, കുഴഞ്ഞു പോയി പറഞ്ഞു. ഇനി ഇത് ഇത്രയും എൻ്റെ സ്കർട്ടുകളാട്ടോ, എൻ്റെ പ്രിയപ്പെട്ട സ്കർട്ടുകളാണ് ഇതെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ജീൻസിൻ്റെ സ്കർട്ട്. ഇതാ കണ്ടോ, ജീൻസിൻ്റെ സ്കർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീൻസിൻ്റെ സ്കർട്ടുണ്ട്, എല്ലാ കളേഴ്സിലും ജീൻസിൻ്റെ സ്കർട്ടുണ്ട്. ഇനി ജീൻസിൻ്റെ വേണ്ട, നിങ്ങൾക്ക് ഒരു നോർമൽ സ്കർട്ട് വേണം, ഇതാ കിടക്കുന്നു കണ്ടോ. ഇതും നമ്മുടെ ഇമ്പോർട്ടഡ് മെറ്റീരിയലിനകത്ത് വരുന്ന സ്കർട്ടാണ്. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ കൊണ്ടുവരാത്ത ഐറ്റംസാണ്, നിങ്ങൾക്കറിയാലോ. ഇതൊന്നും ഞാൻ ഓൺലൈനിൽ കൊണ്ടുവന്നിട്ടില്ല, പക്ഷേ എൻ്റെ സ്റ്റോറിലേക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വെച്ചിരിക്കുന്ന ഐറ്റംസാണ് ഇതെല്ലാം. കാരണം ഓൺലൈനിൽ കിട്ടാത്തത് സ്റ്റോറി വരുമ്പോൾ കിട്ടണം, ഞാൻ അങ്ങനെ കൂടുതലും കറക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാം ഓൺലൈനിലുള്ള ഐറ്റമേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കില്ല. ഇതാണ്ട ഇത് കണ്ടോ, പലാസോ സൂപ്പർ പലാസോ, കംഫർട്ടബിൾ പലാസോ. നിങ്ങൾ ഇതൊരെണ്ണം എടുത്താൽ പിന്നെയും വന്നെടുക്കും, എനിക്ക് ഫുൾ ഗ്യാരണ്ടി പറയാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി ഒരുപാടുണ്ട് കാണിക്കാൻ, ഇതിൻ്റെ ബാക്കി കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ബാക്കി കാണിക്കാം, അങ്ങനല്ലേ നല്ലത്. അതാകുമ്പോൾ നിങ്ങൾ കമൻറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് പോലെ അടുത്തൊരു ദിവസം അടുത്ത ബാക്കി എപ്പിസോഡായിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ പലാസോ, ഇതൊക്കെ എന്താ രസമുള്ള പലാസോ ആണെന്നറിയാവോ. പിന്നെ എന്താ നോർമൽ ഒരു പ്രിൻ്റഡ് പലാസോ നിങ്ങൾക്ക് വേണം, ഇതൊരു സ്കർട്ട് പോലൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന പലാസോ. അങ്ങോട്ടൊക്കെ പോയാൽ നല്ല കേട്ടോ, കഫ്താനൊക്കെ ഒത്തിരി ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണിച്ചാൽ പോരെ മുന്നേ. കഫ്താനൊക്കെ നല്ല ഒരെണ്ണം ഞാൻ എടുത്തേടാ, ഒരു കഫ്താൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇനി അടുത്ത പാറ്റേൺ ഞാൻ ഓരോ വീഡിയോസിലും ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ, കഫ്താനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓടി ഇങ്ങോട്ട് വാ, സുറുമയിലോട്ട് വാ, എന്നിട്ട് എന്നെയൊക്കെ കാണുമെന്ന് കൂടെ പറയട്ടോ, നമുക്ക് ഒന്നിച്ച് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് തരും, അപ്പം വന്നാൽ മതി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കളക്ഷൻസ് എവിടെല്ലാം നിന്നാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ കാണിച്ചതിലെല്ലാം അടിപൊളി സാധനങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഇനിയുള്ളത് നമ്മുടെ ടീനേജ് അല്ല, എന്നെപ്പോലുള്ളവർക്ക് പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഒരു രാത്രി ഇതുപോലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.